ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോപൂസ് വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് ഇതുപോലുള്ളൊരു ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഈ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ പൈപ്പ് ക്ലീനേഴ്സാണ്. ഇതിന് പറയുന്ന പേര് പൈപ്പ് ക്ലീനറാണ്. അപ്പോൾ ഇതിൻ്റെ റെഡ് കളറും ഗ്രീൻ കളറും എടുത്തിട്ടുണ്ട്. ഇത് ഗ്രീൻ ടേപ്പ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇതും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതും നമ്മളുടെ ക്രാഫ്റ്റ്സിൻ്റെ സാധനങ്ങൾ മേടിക്കുന്ന കടകളിലെല്ലാം കിട്ടും. പൂമ്പൊടി എന്ന് പറഞ്ഞാൽ മതി. ഇതുപോലെ ഒരു കട്ടിയുള്ള ഒരു കമ്പിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പൈപ്പ് ക്ലീനർ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണേ. അതിൻ്റെ എൻഡിൽ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തു. ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി ഒന്ന് ഞെക്കി കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ വലിയ എൻഡുള്ള അറ്റം നമ്മളിപ്പോൾ ചുറ്റി കൊടുത്താൽ അതിന് പാരലായിട്ട് ഒന്നുകൂടി ഒന്ന് ചുറ്റി കൊടുക്കുകയാണെങ്കിൽ അടുപ്പിച്ച് വെച്ച് ചേർത്ത് വെച്ച് ഞാൻ ഒന്നും കൂടി ഒന്ന് ചുറ്റി പിടിച്ച് നേരത്തെ ചുറ്റിയ ആ പോയിൻ്റില്ലേ, ആ പോയിൻറ്റിൻ്റെ അവിടേക്ക് വരെ കൊണ്ടുവന്നിട്ട് ഒന്നുകൂടി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ജോയിൻ്റ് അങ്ങ് ഉറപ്പായി. ഇനി അത് പോകത്തില്ല, അത് അങ്ങനെ തന്നെ ഇരുന്നോളൂ. അപ്പം അത് ബാക്കിയുള്ള ആ എൻഡിൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വയ്ക്കുവാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഷേപ്പ്, പെറ്റലിൻ്റെ ഷേപ്പ് കിട്ടും. അപ്പോൾ പെറ്റലിൻ്റെ ഷേപ്പിനെ ഒന്ന് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എൻഡിൽ ഇതുപോലെ ഒന്ന് ഞെക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു ചെറിയൊരു ആ പെറ്റലിനൊരു കർവും കൂടെ വേണമല്ലോ. ആ കർവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് സൈഡിൽ ഇങ്ങനെ പിടിച്ച് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ഒരു പെറ്റൽ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഞാൻ ഇതുപോലത്തെ കുറേ പെറ്റൽസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ഫ്ലവറിന് 5 പെറ്റലാണ് എടുത്തിട്ടുള്ളത്. അടുത്തത് നമുക്ക് വേണ്ടത് ലീഫാണ്. ലീഫും ഇത് സെയിം പ്രോസസ്സ് തന്നെ. ഞാൻ ഇതുപോലെ ഒരു ഗ്രീൻ്റെ പൈപ്പ് ക്ലീനർ എടുത്തു. ഇതുപോലെ ഒന്ന് എൻഡിൽ വെച്ച് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ നീളമുള്ള പോർഷൻ ആ ഷേപ്പിന് തന്നെ നേരെ വെച്ച് പാരലായിട്ട് വന്ന് ചുറ്റിച്ചെടുത്തിട്ട് എൻഡിൽ കൊണ്ടുവന്നിട്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് ട്വിസ്റ്റ് ചെയ്തു. ബാക്കി റിമൈനിങ് ഉള്ള പോർഷൻസ് എൻഡിൽ ഞാൻ ഒരുമിച്ച് ചുറ്റി എടുത്തു. അതും പൈപ്പിന് ഈ ലീഫിനും ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എൻഡിൽ ഒന്ന് ഞെക്കി ഒന്ന് ചെറിയ കർവാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലീഫും റെഡിയായി. എളുപ്പമല്ലേ? അപ്പോൾ ഇതുപോലെ ഞാൻ 2 ലീഫ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് വേണ്ടത് ഇതുപോലത്തെ പൂമ്പൊടിയാണ്. അത് ഞാൻ ഇതുപോലെ ഒരു പൈപ്പ് ക്ലീനർ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എൻഡിൽ വെച്ച് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഞെക്കി ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പിന്നെ അത് അങ്ങനെ തന്നെ ഇരുന്നോളും, പോത്തില്ല. കണ്ടോ? ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഞാൻ പറഞ്ഞില്ലേ ഇത്തിരി കട്ടിയുള്ള കമ്പി. ഇതുപോലത്തെ കമ്പി മേടിക്കാൻ കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ വേറെ ഈർക്കിലോ പോലത്തെ എന്തെങ്കിലും കമ്പ് എടുത്താലും മതി. അപ്പോൾ ഞാൻ ഈ കമ്പി എടുത്തിട്ട് നമ്മളുടെ ഈ പൈപ്പ് ക്ലീനർ ആ കമ്പിക്ക് ചുറ്റുമായിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണെ. അപ്പോൾ അത് അവിടെ ഇരുന്നോളും, എവിടെയും പോത്തില്ല. സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്. ഇനി ഓരോ പെറ്റൽസ് ഞാൻ ഇതുപോലെ എടുത്ത് സൈഡ് ചേർത്ത് ബാക്കി എൻ്റെ പോർഷൻ ഉള്ളത് ആ കമ്പിയിൽ ഞാൻ അങ്ങ് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേ പ്രോസസ്സ് തന്നെ സെയിം അടുത്തുള്ള പെറ്റൽസും ഇതുപോലെ ചേർത്ത് വെച്ച് ഞാൻ ചുറ്റിച്ച് കൊടുക്കുകയാണ്. ആ ഫ്ലവർ അടുക്കി ആ ഇതളുകളെല്ലാം വരണം. അതുപോലെ എടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ച് ചുറ്റിച്ച് കൊടുക്കുന്ന പണിയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ 5 പെറ്റൽസ് ഇതുപോലെ വച്ച് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി വയ്ക്കാം. ലാസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഷേപ്പാക്കി വിടർത്തി വെച്ചാൽ മതി. ഇനി ലാസ്റ്റ് നമുക്ക് ഇത് ഞാൻ പറഞ്ഞില്ലേ ഗ്രീൻ ടേപ്പ്, ഇതിനൊരു ചെറിയൊരു പശ പോലെ ഉള്ളൂ. നമുക്ക് അത്രയും സ്ട്രോങ് പശ വേണ്ട. പക്ഷേ നമ്മൾ ഇത് സ്ട്രെച്ച് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ കറക്കി എടുക്കുമ്പോൾ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഒരു പശ ഒരു ഒട്ടിപ്പുണ്ട്, അത് മാത്രം മതി. അത് വെച്ച് ഇങ്ങനെ നമ്മൾ ചേർത്തൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി.
അങ്ങനെ ഞാൻ ആ കമ്പി മൊത്തം ആ ലീഫും കൂടെ വച്ചിട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, നമ്മളെ ഫ്ലവർ റെഡിയായി. ഇനി അതിൻ്റെ പെറ്റൽസും ലീഫും എല്ലാം ഒന്ന് ഷേപ്പിലാക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പം നമ്മളുടെ പൂവ് റെഡി. നന്നായിട്ടില്ലേ? അപ്പോൾ ഞാൻ ഇതുപോലത്തെ കുറേ ഫ്ലവേഴ്സ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ തന്നെ പെയിൻറ്റ് ചെയ്തൊരു ബോട്ടിലായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഇട്ട് അറേഞ്ച് ചെയ്ത് നോക്കുവാണ്. ഇത് ഞാൻ തന്നെ ചെയ്തൊരു ബോട്ടിലായിട്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ ഇതുപോലെയുള്ള ബോട്ടിലാട്ടിൻ്റെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതും ഞാൻ എടുത്തിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ റിമൈനിങ് ഉള്ള പൂക്കളെല്ലാം ഇതിനകത്തും കൂടി നമുക്ക് വച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ? അപ്പോൾ കുട്ടികൾക്കും ഒക്കെ സ്കൂളിൽ ചെയ്യാനും വീട്ടിലൊക്കെ എല്ലാവർക്കും ഡെക്കറേഷൻ ചെയ്ത് വെക്കാനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ പറയണം കേട്ടോ. താങ്ക് യു.